കൊഴുപ്പുള്ളി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെയും എടവനക്കാട് തണൽ പാലിയേറ്റീവ് കെയറിന്റെയും തണൽ വെൽഫെയർ സൊസൈറ്റിയുടെയും മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇല്ലത്തുപടി കാരുണ്യ ഭവൻ ഹാളിൽ നടന്നു. This news brought to you by Kalpaga Weddings, North Paravoor. കൊഴുപ്പുള്ളി മെഡിക്കൽ ട്രസ്റ്റും എടവനക്കാട് തണൽ പാലിയേറ്റീവ് കെയറും തണൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ ശ്വാസകോശ രോഗനിർണയവും ENT ഓഡിയോളജി ടെസ്റ്റും ജനറൽ വിഭാഗം പരിശോധനയും നടത്തി. എടവനക്കാട് ഇല്ലത്തുപടി കാരുണ്യ ഭവനിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അമ്പിളി കൃഷ്ണ ENT, ഡോക്ടർ വിഷ്ണു നാരായണൻ പൾമനോളജിസ്റ്റ്, ഡോക്ടർ രേവതി ജനറൽ മെഡിസിൻ എന്നിവർ രോഗനിർണയം നടത്തി. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജിത്ത് കുട്ടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ തണൽ പാലിയേറ്റീവ്, തണൽ സൊസൈറ്റിയും അതിന്റെ പ്രവർത്തകർ എത്രത്തോളം നമ്മൾ എടവനക്കാടിന്റെ മുക്കിലും മൂലയിലും നടന്ന് കാര്യങ്ങൾ അനുദിനം അന്വേഷിക്കുകയും ആ ഓരോ കോവിഡ് ബാധിച്ച ആളുകളെയും അവരുടെ സ്വയം ശരീരം മറന്ന് അല്ലെങ്കിൽ ആരോഗ്യം മറന്ന് അവരുടെ സ്വജീവൻ വെടിയുന്ന അവസ്ഥയിലും മറ്റുള്ളവരുടെ പരിരക്ഷക്കായി മുന്നിട്ടിറങ്ങുന്ന ഒട്ടേറെ പ്രവർത്തകരുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയെല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു അച്യുതണ്ടിൽ എടവനക്കാടിന്റെ മുഖമുദ്ര എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന, അതിൽ ജാതിമത ഭേദമന്യേ നിരാലംബരായ ആളുകൾക്ക്, ഒട്ടനവധി ആളുകൾക്ക് ആശ്രയമേകി സേവനമെന്ന ഒരു മുദ്രാവാക്യം അത് പ്രവൃത്തിവാദത്തിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മളുടെ എടവനക്കാടിന്റെ മുഖമുദ്ര തന്നെയാണ് ഈ പറഞ്ഞ പാലിയേറ്റീവ് കെയറും ഇന്ന് നമ്മളിവിടെ നടത്തുന്ന ക്യാമ്പ്, അതായത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊഴുപ്പുള്ളിയും തണൽ പാലിയേറ്റീവ് കെയറും തണൽ പാലിയേറ്റീവ് സൊസൈറ്റിയും എല്ലാവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ ഇതിൻ്റെ സംഘാടകരോട് എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ക്യാമ്പിൽ നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഒന്ന് ENT ഡിപ്പാർട്ട്മെന്റ്, തൊണ്ട, മൂക്ക്, ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഞാനായിരിക്കും ചികിത്സ നൽകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കൂടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, അതായത് കേൾവി പരിശോധന. രണ്ടാമതായിട്ട് പൾമനോളജി ഡിപ്പാർട്ട്മെന്റ്, അതിന് ഡോക്ടർ വിഷ്ണു നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അവിടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളായിരിക്കും ഡോക്ടർ വിഷ്ണു നോക്കുന്നത്. അതുപോലെ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡോക്ടർ രേവതിയാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ജനറൽ മെഡിസിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഡോക്ടറും സേവനം നൽകുന്നതായിരിക്കും. ഈ ഒരു ക്യാമ്പിൽ എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തണൽ പാലിയേറ്റീവ് കെയർ ചെയർമാൻ PM അബ്ദുൾ റഹീം, സെക്രട്ടറി AA മുഹമ്മദ് സഗീർ, KM അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു. 1973 ഡോക്ടർ വർഗീസ് പൊളിക്കനാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്ത് സ്ഥാപിച്ചത്. അന്ന് മുതൽ എറണാകുളം ജില്ലയിലല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ആതുര ശുശ്രൂഷ രംഗത്തെ ഏറ്റവും വലിയൊരു സ്ഥാപനമായിട്ട് വളർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മെഡിക്കൽ ട്രസ്റ്റ്. അവർ ഒരു ഉദ്ദേശം 2 ദശാബ്ദക്കാലമായിട്ട് കൊഴുപ്പുള്ളിയിലെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ സുദൃഢമായ സേവനമാണ് ഈ രംഗത്ത് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ സഹകരണം തേടിയിൽ ഞങ്ങൾ അവരോട് വളരെയധികം അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ സദാ അതുവഴി സഹകരിക്കാൻ സന്നദ്ധരാണെന്ന് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും അറിയിക്കുകയാണ്. തണൽ വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി സിനിയ റഹീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്.